ഇന്ന് നമ്മളൊരു ബോട്ടിലായിട്ട് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ബോട്ടിൽ ബേസ് കോട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ഇനാമൽ പെയിൻ്റ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനാമൽ പെയിൻ്റ് ഒക്കെ അടിച്ചിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ബോട്ടിലേക്ക് ബേസ് കോട്ട് അടിക്കാൻ ബെസ്റ്റാണ് ഇനാമൽ പെയിൻറ്റ്. നമുക്ക് നല്ല ലാഭമാണ് ആക്രിലിക് പെയിൻറ്റിനേക്കാളും. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആക്രിലിക് പെയിൻറ്റും ഇനാമൽ പെയിൻറ്റും തമ്മിലുള്ള ഒരു ഡിഫറൻസും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഈ ഫെബ്രുവരി 13 എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനൊരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടൊന്നും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു. നമ്മളൊരു ഗ്രീറ്റിംഗ് കാർഡൊക്കെ വെച്ചിട്ടുള്ളൊരു ബോട്ടിലായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് 7x7 സെൻറ്റിമീറ്റർ സൈസിലുള്ളൊരു പേപ്പർ ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു പേപ്പറിൽ നമ്മളൊരു ഹാർട്ട് ഷേപ്പ് ഒന്നിങ്ങനെ വരച്ചെടുത്തിട്ട് നമ്മളതൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് നേർ പകുതിയാക്കിയിട്ടൊന്നിങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആ ഒരു വരച്ചിട്ടുള്ള ഭാഗം അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു കറക്റ്റായിട്ടുള്ളൊരു ഹാർട്ട് ഷേപ്പ് തന്നെ കിട്ടും. രണ്ട് സൈഡിൽ ഒരേ സൈസിലൊക്കെ ആയിട്ടുള്ള. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു 7 കളേഴ്സ് ഹാർട്ട് ഷേപ്പ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓരോ ഹാർട്ട് ഷേപ്പിനും ഇങ്ങനെ ജസ്റ്റ് ഒരു ഔട്ട്ലൈനായിട്ട് ഒരു ബ്ലാക്ക് സ്കെച്ച് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. അത് കുറച്ചും കൂടെ ഒന്നിങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ ഹാർട്ട് ഷേപ്പും ഇങ്ങനെ ഔട്ട്ലൈനൊക്കെ കൊടുത്തിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു ബ്ലാക്ക് കളർ പേപ്പറാണ്. അപ്പോൾ ഒരു 29x7 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ഒരു സൈസ്. അപ്പോൾ 29 സെൻറ്റിമീറ്റർ ലെങ്ത്തും അതുപോലെ 7 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു പേപ്പറാണ്. നമ്മൾ എടുത്തിട്ടുള്ള ഒരു ഹാർട്ട് ഷേപ്പ് 7 സെൻറ്റിമീറ്റർ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെയും ആ ഒരു 7 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്താണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ആ ഒരു ഹാർട്ട് ഷേപ്പ് ഇങ്ങനെ ആ ഒരു പേപ്പറിൻ്റെ താഴെ അങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ചിട്ട് നമ്മൾ ആ ഒരു മേലെ ടച്ച് ചെയ്യുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ ഹാർട്ട് ഷേപ്പിൻ്റെ, അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യാണ്. മാർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു ഭാഗത്ത് കൂടെ ഒന്നിങ്ങനെ ലൈന് വരച്ചു കൊടുക്കുകയാണ് ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട്. എന്നിട്ട് നമ്മൾ ഈ പേപ്പറിൻ്റെ ഈ ഒരു ലെങ്ത്തിൻ്റെ ആ ഒരു സൈഡിൽ വെച്ചിട്ട് ഒരു 7 ലൈനും നമുക്ക് വരച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഓരോ സെൻറ്റിമീറ്റർ ഇടവിട്ടിട്ട് ഇങ്ങനെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കണം. ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ അടയാളപ്പെടുത്താണ്. അപ്പോൾ രണ്ട് സൈഡിലായിട്ട് നമ്മളൊന്നിങ്ങനെ അടയാളപ്പെടുത്തുക കേട്ടോ. നമ്മൾ ആ ലൈന് വരയ്ക്കുന്ന സമയത്ത് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു പോയിന്റിലൂടെ നമ്മളൊന്നിങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. ആ ഒരു ലൈൻസ് നമുക്കിങ്ങനെ തെളിഞ്ഞ് കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ബ്ലാക്ക് കളറിലായതുകൊണ്ട് പെൻസിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഈ ബ്ലാക്ക് കളറിന് പകരം കളർ പേപ്പർ യൂസ് ചെയ്യുകയാണെങ്കിൽ വേറെ ഏതെങ്കിലും കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ലൈന് വരച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഓരോ ലൈൻസും നമ്മൾ 7 ലൈനാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ ലൈൻസിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളൊരു ഹാർട്ട് ഷേപ്പ് എടുത്തിട്ട് നമ്മൾ ആ ഫോൾഡ് ചെയ്തിട്ടുള്ള ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ആ ഒരു ഹാർട്ട് ഷേപ്പ് ഒന്നിങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അതുപോലെ 7 ഫോൾഡിലും ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ ഒരു ഡിസൈന് ചെറുതായിട്ട് ഇങ്ങനെ ആ ഒരു മേലെ ഭാഗം മാത്രം ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാ ലൈനിലും ആ ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ ആ ഒരു ജസ്റ്റ് ഒരു മാർക്കിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിനി ഏറ്റവും താഴെയുള്ള ഒരു ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്യണം. അപ്പം നമ്മൾ എല്ലായിടത്തും അല്ല, നമ്മൾ ജസ്റ്റ് ആ ഒരു ഹാർട്ട് ഷേപ്പ് ഇങ്ങനെ ഒരു മേലെ ഭാഗം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ആ ഒരു ഭാഗത്ത് മാത്രമായിട്ട് നമ്മളിങ്ങനെ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ ഓരോ ഹാർട്ട് ഷേപ്പ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വേറെ ഭാഗത്തൊന്നും നമ്മളിങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പം ഈ ഒരു ഹാർട്ട് ഷേപ്പ് ഇങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിക്കായിട്ട് പോകും. നമ്മൾ ജസ്റ്റ് ആ ഒരു മേലെ മാത്രം ഒന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് ഓരോ ഹാർട്ട് ഷേപ്പ് അതിൻ്റെ മേലെയായിട്ട് അങ്ങനെയാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ റെയിൻബോ കളേഴ്സൊക്കെയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ആ ഒരു ഓർഡറിൽ തന്നെ നമ്മൾ അങ്ങനെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ 7 ഹാർട്ട് ഷേപ്പും ഇങ്ങനെ ഒട്ടിച്ചിട്ടൊന്നിങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളതൊന്നിങ്ങനെ ഒന്ന് മടക്കി കൊടുക്കണം. എന്നിട്ട് നമ്മളിങ്ങനെ ചെക്ക് ചെയ്യാണ് ഓരോ ഹാർട്ട് ഷേപ്പും നമുക്ക് അവിടെ ഇങ്ങനെ സ്റ്റിക്കായിട്ട് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതും പിന്നെ തമ്മിലിങ്ങനെ ഒട്ടിപ്പിടിക്കാതെ ഫ്ലിപ്പായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 12 സെൻറ്റിമീറ്റർ നീളം അതുപോലെ 2 സെൻറ്റിമീറ്റർ വീതിയുള്ളൊരു പേപ്പർ ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു പേപ്പർ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാർഡിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ താഴെയായിട്ടുള്ള വരുന്ന രീതിയിൽ നമ്മളൊന്നിങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് രണ്ട് സൈഡിലേക്കും ഏകദേശം ഒരേ സൈസിൽ വരുന്ന രീതിയിൽ നമ്മളൊന്നിങ്ങനെ വെച്ചിട്ട് അതൊന്നിങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ അകത്തോട്ടൊന്നിങ്ങനെ മടക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആ ഒരു മടക്കിയിട്ടുള്ള ഭാഗത്ത് മാത്രം നമ്മളിങ്ങനെ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ആ ഒരു ബ്ലാക്ക് കാർഡിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആ ഒരു കാർഡിൻ്റെ താഴെ ഭാഗത്തൊന്നും നമ്മൾ ഒട്ടിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ആ ഒരു മേലെ ഭാഗത്തുള്ള ഒരു മടക്കിയിട്ടുള്ള ഒരു ഭാഗത്ത് മാത്രമേ നമ്മൾ ഒട്ടിച്ചിട്ടുള്ളൂ. എന്നാൽ മാത്രമേ നമ്മൾ ആ ഒരു ഉദ്ദേശിച്ചിട്ടുള്ള രീതിയിൽ നമുക്ക് ആ ഒരു കാർഡ് ഇങ്ങനെ ഫ്ലിപ്പായിട്ട് ഇങ്ങനെ കിട്ടുള്ളൂ.
അപ്പോൾ എന്നിട്ട് നമ്മൾ അതിൻ്റെ താഴെ ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതൊരു ഭംഗിക്ക് വേണ്ടി മാത്രം നമ്മൾ ചെയ്യാൻ കേട്ടോ. എന്നിട്ട് ആ ഒരു കോർണറിലേക്ക് നമ്മളൊരു കുഞ്ഞൊരു ഹാർട്ട് ഷേപ്പ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്നിങ്ങനെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മളിതിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുകയാണ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. ഓക്കെ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിങ്ങനെ ഫ്ലിപ്പായിട്ടൊക്കെ ഇങ്ങനെ കിട്ടുന്നുണ്ട്. നമ്മൾ ആ ഒരു സ്ട്രിപ്പ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അവിടെ മാത്രം നമ്മളിങ്ങനെ പിടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. എന്നിട്ടാണ് നമ്മളിങ്ങനെ വലിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഹാർട്ട് ഷേപ്പും ഇങ്ങനെ തുറന്ന് വരുന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഓരോ ഹാർട്ട് ഷേപ്പിലേക്കും നമുക്കിങ്ങനെ കുറച്ച് കോഡ്സൊക്കെ ഇങ്ങനെ എഴുതിയെടുക്കാം. അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് ആർക്കാണോ, എന്ത് ഒക്കേഷന് വേണ്ടിയിട്ടാണോ ആ രീതിയിലുള്ള ഒരു കോഡ്സൊക്കെ ഒന്ന് എഴുതി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെയ്തതാണെന്നുള്ള. അപ്പോൾ ഒരു കുഞ്ഞിങ്ങനെ കുറച്ച് ലവ് കോഡ്സൊക്കെ ഇങ്ങനെ എഴുതിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിതൊന്നിങ്ങനെ ബോട്ടിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. നമ്മൾ ബോട്ടിലേക്ക് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സ്ട്രിപ്പിൽ മാത്രമായിട്ട് നമ്മളിങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ ഈ ബോട്ടിലായിട്ട് ടച്ച് ചെയ്തിട്ട് ഒന്ന് സ്റ്റിക്കായിട്ട് കിട്ടുക കേട്ടോ. അല്ലാത്ത ഏതൊരു ഭാഗത്ത് നമ്മളിങ്ങനെ ഫെവിക്കോൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഇങ്ങനെ ആ ഒരു ഫ്ലിപ്പായിട്ട് കിട്ടൂല. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ ആ ഒരു കാർഡൊക്കെ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബോട്ടിലിൻ്റെ ഒരു ബാക്ക് ഭാഗത്തൊക്കെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെയും വേണമെങ്കിൽ ഇതുപോലെ കുഞ്ഞു കാർഡ്സൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ കുറച്ച് കോഡ്സൊക്കെ ഇങ്ങനെ എഴുതി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഈ കോഡ്സൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് CD മാർക്കർ അല്ലെങ്കിൽ പെർമനൻറ്റ് മാർക്കറൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ CD മാർക്കർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കിയ സമയത്ത് അത് പെയിൻറ്റ് ഇങ്ങനെ തെളിയുന്നില്ല കളറ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ നൈസായിട്ട് ഇങ്ങനെ ആ ഒരു പോയിൻറ്റഡ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. നിങ്ങളപ്പോൾ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടൊക്കെയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലുള്ള കോഡ്സൊക്കെ വേണമെങ്കിൽ എഴുതിയെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അതുപോലെ വാലൻറ്റൈനായിട്ടും ആനിവേഴ്സറി ഗിഫ്റ്റായിട്ടും അങ്ങനെ ഒരു മാരേജിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിലൊക്കെ ആ ഒരു രീതിയിലുള്ള കോഡ്സൊക്കെ ഇവിടെ എഴുതി കൊടുക്കുക. അതുപോലെ ആ ഒരു കാർഡ്സിലൊക്കെ എഴുതാൻ നോക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ആവുന്ന രീതിയിലൊക്കെ ഒന്ന് നമ്മളിങ്ങനെ അതിനെ മാക്സിമം ഒന്നിങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ നോക്കാം. നമ്മൾ ഈ പെർമനൻറ്റ് മാർക്കറോ അല്ലെങ്കിൽ CD മാർക്കറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ കോഡ്സ് തന്നെ ഇങ്ങനെ ട്രേസ് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ എഴുതിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആക്രിലിക് പെയിൻറ്റ് കൊണ്ട് എഴുതുന്നതുകൊണ്ട് ഒരുപാട് വലിയ കോഡ്സ് ഒന്നും എഴുതില്ല, സിമ്പിളായിട്ടുള്ള ഇങ്ങനെ എഴുതി കൊടുക്കുകയാണ്. പിന്നെ ഞാനിങ്ങനെ ഒരു റെഡ് കളർ ആക്രിലിക് പെയിൻറ്റും കൂടെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ കുറച്ച് കോഡ്സും അതുപോലെ ഒരു ഹാർട്ട് ഷേപ്പൊക്കെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു റെഡ് കളറും കൂടെ കൊടുത്തപ്പോഴാണ് കുറച്ചും കൂടെ നല്ലൊരു ഭംഗി കിട്ടുന്നത്. അല്ലാതെ ഫുള്ളൊരു ബ്ലാക്ക് കളറായപ്പോൾ അത്ര ഒരു ലുക്കില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആ ഒരു കോഡ്സൊക്കെ എഴുതിയപ്പോൾ നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കുറച്ചും കൂടി ഒന്നിങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു റെഡ് കളർ ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് പോയിൻറ്റ് ബ്രഷ് കൊണ്ട് ഇങ്ങനെ ഒരു കുഞ്ഞിങ്ങനെ ഹാർട്ട് ഷേപ്പ് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ആ ഒരു പോയിൻറ്റഡ് ബ്രഷ് ഇങ്ങനെ പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വി പോലെ ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ കുറേ ഭാഗത്തൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ നമ്മൾ കാർഡൊക്കെ വെച്ചിട്ടില്ല, അപ്പോൾ അതിൻ്റെ ചുറ്റും ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ ആ ഓരോ ഹാർട്ട് ഷേപ്പായിട്ട് നമ്മളിങ്ങനെ കോഡ്സൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അവിടെയും കൂടെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാമെന്ന്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ അവിടെയും കൂടെ ഒന്നിങ്ങനെ ഒരു കുഞ്ഞ് ഹാർട്ട് ഷേപ്പൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു ബോട്ടിൽ നമ്മളൊരു ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയൊരു രീതിയിലൊക്കെ ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒരു കാർഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് കോഡ്സും കുറച്ച് ഹാർട്ട് ഷേപ്പൊക്കെ ചെയ്തപ്പം ബോട്ടിൽ നല്ലൊരു കളർഫുൾ തന്നെ ആയിട്ടുണ്ട്. എന്നിട്ട് ഇനി നമ്മൾ ആ ഒരു ബോട്ടിൻ്റെ നെക്കിൻ്റെ സൈഡിൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഞാൻ ഒരു വീതിയുള്ള ഒരു റിബൺ വെച്ചിട്ട് ഇങ്ങനെ ആദ്യം ഒന്നിങ്ങനെ ബോ പോലെ കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്ര ഒരു ഭംഗിയില്ല, ഒരുപാട് ഇങ്ങനെ വീതിയുള്ളതായപ്പോൾ നമുക്ക് ആ ഒരു ബോട്ടിലിൻ്റെ ഭംഗി അങ്ങോട്ട് കാണുന്നില്ല. അപ്പോൾ പിന്നെ ഞാനൊരു ഒരു ബോ പോലെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ആ ഒരു നെക്കിൻ്റെ സൈഡിൽ ഇങ്ങനെ ജസ്റ്റ് ബോട്ടിലെ ഒരു ക്യാപ്പിൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു സാറ്റിൻ റിബൺ വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിനേക്കാളും കുറച്ചും കൂടെ ഡെക്കറേഷൻസ് ഒക്കെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. എനിക്ക് ഇങ്ങനെ തന്നെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. ബോട്ടിലിൻ്റെ ഒരു സൈഡിൽ നല്ലൊരു റെഡ് വൈറ്റ് ബ്ലാക്ക് കോമ്പിനേഷനായിട്ട്, പിന്നെ ഒരു സൈഡിൽ നല്ലൊരു കളർഫുള്ളൊക്കെ ആയിട്ട് കാർഡ്സൊക്കെ വെച്ചിട്ട് നല്ലൊരു ഭംഗി നല്ലൊരു വെറൈറ്റി ഒക്കെ ആയിട്ട് തന്നെ ഉണ്ട്. നമ്മളിതിൽ സിമ്പിളായിട്ടുള്ള കുറച്ച് ലവ് കോഡ്സൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ബോട്ടിൽ തന്നെയാണ്. ഈ കഴിഞ്ഞൊരു ഫെബ്രുവരി 13 എൻ്റെ ആനിവേഴ്സറി. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഫെബ്രുവരി 14 തന്നെ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന്. അപ്പം പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും കഴിഞ്ഞില്ല, ഒരു തിരക്ക് കാരണം. അപ്പം ഹസ്ബൻഡിന് ഞാനിത് കൊടുത്തു. എല്ലാ പ്രാവശ്യവും അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു പതിവൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ പറയാറുണ്ട് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടും ആനിവേഴ്സറി ഗിഫ്റ്റായിട്ട് കൊടുക്കാനുള്ള ഒരു ബോട്ടിലൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പിന്നെ ഒരു വീഡിയോ എടുക്കുകയും ചെയ്യാമെന്ന് ഒന്ന് ഗിഫ്റ്റ് കൊടുക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചു തരുകയും ചെയ്യണം കേട്ടോ. നമ്മൾ കുറേ ദിവസമായിട്ട് ടെസ്റ്റിമോണീസൊക്കെ ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും ഉൾപ്പെടുത്താം കേട്ടോ.
ഇനി നമുക്ക് ഹായ് പറയാനുള്ളത് ആർക്കൊക്കെയാണ് നോക്കാം. റിഫ ഫാത്തിമ, ആമിന, അജൂബ, ആദ്ര, തനൂജ് തീർത്ത, സ്നേഹ, എല്ലാവർക്കും ഒരു ബിഗ് ഹായ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോസ് ഇടുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM മൺഡേ നമ്മൾ ചില സമയത്തൊക്കെ ഒരു കുഞ്ഞു വീഡിയോസ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.